രണ്ട് ബൈക്കിൻ്റെ ലോഞ്ച് ന്യൂസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മോഡൽ ട്രയംഫിൻ്റെ ഭാഗത്തു നിന്നാണ്. ട്രയംഫിൻ്റെ ട്രക്സ്റ്റൺ 400 വീണ്ടും ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മുമ്പ് തന്നെ ടെസ്റ്റിംഗിൽ പതിഞ്ഞൊരു മോഡലാണ് ട്രക്സ്റ്റൺ എന്ന് പറയുന്നത്. ഈ ഒരു ബൈക്ക് 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ട്രക്സ്റ്റൺ 400 എന്ന് പറയുന്നത് ഒരു കഫേ റേസർ മോഡലാണ്. ഇന്ത്യയിൽ കഫേ റേസർ മോഡൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ട്രക്സ്റ്റൺ ഇപ്പോൾ ഒരു ഒത്ത എതിരാളി ഇല്ലാന്ന് വേണ്ടിക്ക് പറയാം. ഇപ്പം നിലവിലൊരു കഫേസർ ആയിട്ടുള്ളത് ഇന്റർസെപ്റ്റർ 650 ആണ്. ഈ ഒരു ബൈക്ക് ട്രയംഫിൻ്റെ സ്പീഡ് 400 ബേസ് ചെയ്തിട്ടാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. ട്രയംഫിൻ്റെ 1200cc കഫേ റേസർ മോഡലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് വണ്ടിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ട്രയംഫിൻ്റെ സ്പീഡ് 400 ആയിട്ട് നല്ല രീതിക്ക് വണ്ടിക്ക് സാമ്യം ഉണ്ടാവും. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു കഫേ റേസർ ബിഗിനിങ് ഫെയറിംഗ് വണ്ടിക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് നോക്കുമ്പോൾ 220 ചെറിയൊരു കട്ട് തോന്നും. ഫ്രണ്ടിൽ UHD ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത്. വണ്ടീൻ്റെ ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഒരു ക്ലിപ്പ് ഓൺ സ്റ്റൈലിലാണ് വരുന്നത്. ട്രയംഫിൻ്റെ സ്പീഡ് 400ലും സ്ക്രാംബ്ലർ 400Xൽ കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. 399cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 39.5 bhp പവറും 37.5 ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടിക്ക് വരാൻ പോകുന്ന ഒരു പ്രൈസ് 2,60,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് കണക്കാക്കുന്നത്. വണ്ടി 2025 തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് എൻഫീൽഡിന്റെ ഭാഗത്തു നിന്നാണ്. എൻഫീൽഡിന്റെ പുതിയൊരു ബൈക്ക് ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. പുതിയൊരു ബൈക്കല്ല, പുതിയ എഞ്ചിനുള്ള ബൈക്കാണെന്ന് പറയാം. ഇന്റർസെപ്റ്ററിന്റെ ഒരു 750cc ബൈക്ക് വരാനുണ്ട്. ഇപ്പം എൻഫീൽഡിന്റെ ഏറ്റവും വലിയൊരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്ററിലും കോണ്ടിനെന്റൽ GT-യിലൊക്കെ കാണുന്ന ഒരു 650cc പാരലൽ ട്വിൻ എഞ്ചിനാണ്. പക്ഷേ എൻഫീൽഡിന്റെ പുതിയൊരു എഞ്ചിൻ അവർ കൊണ്ടുവരുന്നുണ്ട്. ഒരു 750cc എഞ്ചിനുള്ള മോഡൽ അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഒരുപാട് മുമ്പേ തന്നെ നമ്മൾ ന്യൂസൊക്കെ കേട്ടാണ് 750cc എഞ്ചിൻ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഇന്റർസെപ്റ്ററിനാണ്. ഫസ്റ്റ് മാർക്കറ്റിൽ വരാൻ പോകുന്നതും ഇന്റർസെപ്റ്ററിന്റെ 750cc മോഡലായിരിക്കും. ഇന്റർസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കഫേ റേസർ മോഡലാണ്. ഈ ഒരു 750cc ബൈക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ഇന്റർസെപ്റ്റർ 650 ഇന്ത്യയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യും. മാത്രമല്ല 650cc പരമാവധി ഫ്യൂച്ചറിൽ അവർ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ രണ്ട് ബൈക്കിന് മാത്രമായിരിക്കും ആ ഒരു 650cc എഞ്ചിൻ അവർ നിലനിർത്താൻ പോകുന്നത്. ബാക്കിയുള്ള കോണ്ടിനെന്റൽ GT-ക്കൊക്കെ 750cc എഞ്ചിൻ അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. വണ്ടീൻ്റെ റെൻഡർ ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്. വണ്ടി ടെസ്റ്റിങ്ങിലൊക്കെ സ്പോട്ട് ചെയ്താണ്. അടുത്ത വർഷം 2025 തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.